സർക്കാരിന്റെ എയർ ആംബുലൻസ് ഉപയോഗിച്ച് നടത്തിയ അവയവമാറ്റം വീണ്ടും വിജയകരം. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയം അങ്കമാലി സ്വദേശിയിൽ മിടിച്ചു തുടങ്ങി. എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിച്ച ഹൃദയം ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെയാണ് അങ്കമാലിക്കാരനിൽ തുന്നിച്ചേർത്തത്. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഐസക് ജോർജിന്റെ മിടിക്കുന്ന ഹൃദയവുമായി കിംസ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് അതിവേഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. കേസ് ഓട്ടോ പദ്ധതി പ്രകാരം ഉച്ചയ്ക്ക് 12:45 ഹൃദയവുമായി ഡോക്ടർ ജോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം സർക്കാരിന്റെ എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്നും പറന്നുയർന്നു. കൃത്യം 1:27 കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. പോലീസ് സജ്ജമാക്കിയ വഴിയിലൂടെ ഉടനടി ആംബുലൻസ് ലിസിയിലേക്ക്. 4.5 കിലോമീറ്റർ ഓടിയെത്താനെടുത്തത് കേവലം 4 മിനിറ്റ്. മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലാണ് അവയവമാറ്റ നടപടികൾ വേഗത്തിലാക്കിയതെന്ന് ലിസി ആശുപത്രി PRO രാജേഷ് പറഞ്ഞു. ഏകദേശം രാത്രി ഒരു 12 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് സാറിനെ വിളിക്കുകയും അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി ഹെലികോപ്റ്റർ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നൽകി. അത് വളരെ വലിയൊരു സപ്പോർട്ടായിരുന്നു. തുടർന്ന് ഒത്തിരി ഫോൺ കോളുകൾ പോലീസ് സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് വരികയും ഒത്തിരി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോയി. നിമിഷങ്ങൾക്കുള്ളിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ തുടങ്ങി. അങ്കമാലി സ്വദേശിയായ 28-കാരനിലാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജിന്റെ ഹൃദയം തുന്നിച്ചേർത്തത്. ഹൃദയത്തിന് പുറമെ 2 വൃക്ക, കരൾ, 2 കോർണിയ എന്നിവയും വാഹനാപകടത്തിൽപ്പെട്ട് മസ്തിഷ്ക മരണം സംഭവിച്ച 33-കാരനായ ഐസക് ജോർജ് ദാനം ചെയ്തിരുന്നു. സർക്കാരിന്റെ എയർ ആംബുലൻസ് ഉപയോഗിച്ച് ലിസി ആശുപത്രിയിൽ നടക്കുന്ന 5ാമത്തെ ജീവൻ രക്ഷാ ദൗത്യമാണിത്. കൈരളി ന്യൂസ്, കൊച്ചി.